നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗൻ അടുത്തുണ്ടെങ്കിൽ ഫോണൊന്ന് കൊടുക്കൂ. കൊടുക്കാം. ചേച്ചിയാ. ചേച്ചിക്കൊന്ന് സംസാരിക്കണമെന്ന്. ഏട്ടാ മോളെ, നീ ജോലിക്ക് പോകാതെ ഇങ്ങോട്ട് വന്ന എന്താ? അല്ല, നിനക്കെന്ത് പറ്റി? ഇന്ന് ലീവാണോ? ഏട്ടാ, എനിക്ക് ഇന്നലെ ഉറക്കം വന്നില്ല. എന്റെ ഏട്ടനെ അടിക്കാൻ അവളാരാ? ഹരിതേ, പതുക്കെ. എല്ലാരും അറിയട്ടെ, അവളെ ഏട്ടനെ അടിച്ച കാര്യം അച്ഛനോട് പറയുന്ന ഞാൻ വന്നത്. അച്ഛൻ തീർത്തോളും അവളുടെ അഹങ്കാരം. ഹരിതേ, വേണ്ട. നീ ഏട്ടനെ നാണം കെടുത്തല്ലേ? ഇല്ല ഏട്ടാ, ആ വന്ദനെ അങ്ങനെ വിടാൻ പാടില്ല. മോളെ, അത് വന്ദനയ്ക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ? അവൾക്ക് ദിയമോളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയതാ. ഞാനത് ഹരിതയോട് പറഞ്ഞതാ, കേക്കണ്ടേ? മിണ്ടരുത്. അടി കൊണ്ടതേ എന്റെ ഏട്ടന്. അതിന് പകരം ചെയ്താലേ എനിക്ക് സമാധാനാവും. ഹരിത, നോക്ക്, നിന്റെ ഏട്ടൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അടി മേടിച്ചു വരുന്ന ആളാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അടി കൊടുത്താ ശീലം, അതിന് ആളും തരവൊന്നും നോക്കാറില്ല. അത് എനിക്കും നിനക്കുമൊക്കെ വ്യക്തമായിട്ട് അറിയാം. വന്ദനേച്ചിക്ക് അബദ്ധം പറ്റിപ്പോയതാ. ആ സ്ഥിതിക്ക് നമുക്കിത് ഇവിടെ വെച്ച് മറക്കാം. വെറുതെ കുറുപ്പച്ചനോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കരുത്. വീരശൂര പരാക്രമിയായ നിന്റെ ഏട്ടനെ ഒരു പെണ്ണ് തല്ലിയെന്ന ആളുകൾ അറിഞ്ഞ ആർക്കാ അതിന്റെ നാണക്കേട്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനേ ഒരു രാഷ്ട്രീയക്കാരനാ. എതിർ ചേരിയിലുള്ളവർ എന്റെ ഒരു ചെറിയ നെഗറ്റീവ് മാർക്ക് വരെ നോക്കി നടക്കുക. അവർക്ക് പറഞ്ഞു ചിരിക്കാൻ ഈ വാർത്ത കൊണ്ട് കൊടുക്കണം. ദേ, വന്ദനോട് എനിക്കൊരു പരാതിയില്ല. ഏട്ടാ, മോളെ, നിന്റെ ഭർത്താവിന്റെ ചേച്ചിയെ വന്ദന. ആ കുട്ടിക്കൊരു അബദ്ധം പറ്റിയ അത് നിനക്ക് വേണ്ടി ക്ഷമിക്കാനുള്ളൊരു അവസരം എനിക്ക് നീ തരണ്ടേ? ഞാൻ എന്തെങ്കിലും പ്രതികരിച്ച അത് ഹരിതയുടെ ഏട്ടൻ ചെയ്തു എന്നല്ലേ വരൂ. അതുകൊണ്ട് എന്റെ ഹരിതയ്ക്ക് വേണ്ടി ഈ വിഷയം ദേ നമ്മളിവിടെ അവസാനിപ്പിക്കണം. അച്ഛനോ ഏട്ടനോ അമ്മയോ ഒന്നും തൽക്കാലം ഈ വിവരം അറിയുന്നില്ല, പ്രത്യേകിച്ച് അച്ഛമ്മ. ഇതേ, ഇനി ഈ കാര്യം മോള് മനസ്സിൽ കൊണ്ട് നടക്കണ്ട, മറന്നേക്ക്. ചെല്ല്, അകത്തേക്ക് എന്ന് അമ്മയുണ്ടാക്കിയ നെയ്റോസ്റ്റും കഴിച്ച് കുറച്ച് നാട്ടുവർത്താനങ്ങളും കൊതിയും നുണയൊക്കെ പറഞ്ഞ് ജോലിക്ക് പോവാൻ നോക്ക്. ഒന്ന് ചിരിക്കന്റെ പെങ്ങളെ. ചെല്ല്. അളിയനിത് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പുറത്തു നിൽക്കാം. കഴിവതും നമ്മളാർക്കൊരു ശല്യമാവാതിരിക്കുന്നതല്ലേ നല്ലത്. എന്താ അളി ഇങ്ങനെയൊക്കെ? ഞാനിവിടെ വരുന്നത് ആർക്കും അത്ര ഇഷ്ടമല്ല. വെറുതെ മറ്റുള്ളവരുടെ സന്തോഷം കൂടി കെടുത്താൻ. അങ്ങനൊന്നുമില്ല. അളിയനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഈ വീട്ടില്. വാ വാ അളിയ, വാ. അളിയന്റെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നില്ലേ? ആ, നടക്കുന്നുണ്ട്. എനിക്കും സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയേ പറ്റൂ. ഒരു കുഞ്ഞുണ്ടാവാൻ പോവല്ലേ, ഇനിയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം.
വന്ദനേച്ചിയ എടുക്കണോ? ആ എടുത്തു നോക്ക്. ഹലോ ചേച്ചി, നീ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ ഹരിതയുടെ വീട്ടിലാ. അവിടെ ജഗനുണ്ടോ? ഉണ്ട് ചേച്ചി. എനിക്ക് ജഗനോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട്. പക്ഷേ ചമ്മല് പോലെ. ജഗൻ അടുത്തുണ്ടെങ്കിൽ ഫോണൊന്ന് കൊടുക്കോ? കൊടുക്കാം. ചേച്ചിയാ. ചേച്ചിക്കൊന്ന് സംസാരിക്കണം എന്ന്. ഹലോ 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 വന്ദന. എനിക്ക് ജഗനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വിരോധമില്ലെങ്കിൽ നാളെ ഞാൻ പറയുന്നിടത്തേക്കൊന്ന് വരുമോ? എന്തിനാ, എന്നെ വീണ്ടും തല്ലാനാണോ? അയ്യോ അല്ല. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. ആ സാരല്ല, വന്ദന പറഞ്ഞോ. ഞാൻ എവിടേക്കാ വരേണ്ടത്? ഭാരത് നഗറില് കോളേജിലോട്ട് തിരിയുന്ന റോഡിന്റെ ഭാഗത്ത് നിന്നാ മതി. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ അവിടെ വരാം. ആ ശരി, കൃത്യം 10 മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളില് വന്ദനേച്ചിക്ക് ശരിക്കും വിഷമമുണ്ട്. ഇത്രയും അപ്സെറ്റായി ചേച്ചി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നാളെ ഞങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. വന്ദനയ്ക്ക് ഒരു കുറ്റബോധവും തോന്നാത്ത തരത്തില് ഞാൻ സംസാരിച്ച് സമാധാനിപ്പിച്ചോളാം. അതു മതി. വന്ദനേച്ചിക്ക് ചിലപ്പോഴൊക്കെ കൊച്ചുകുട്ടികളുടെ മനസ്സാ. കാര്യമില്ലാത്ത കാര്യത്തിന് കയറി ദേഷ്യപ്പെട്ടെന്ന് വരും. അളിയൻ ക്ഷമിക്കണം. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ജന്മമാ എന്റെ ചേച്ചിയുടേത്. അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി ഞാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. തുറന്ന് സംസാരിച്ച പരിഹരിക്കാനാവാത്ത ഒരു കാര്യമില്ല ഈ ഭൂമിയിൽ. അളിയനെത്തുകയല്ലേ, ഞാനിപ്പോ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.